രാത്രി 2 മണിയോടെയാണ് അപകടം നടന്നതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. തങ്ങൾ സഞ്ചരിച്ച സ്കൂട്ടർ വെള്ളക്കെട്ടിലേക്ക് മറിഞ്ഞുവെന്നും ഭാര്യയെയും ഒരു കുട്ടിയെയും കാണാനില്ലെന്നും സമീപത്തുള്ള വീട്ടുകാരെ അറിയിക്കുന്നത് പിതാവ് മുഹമ്മദ് ഷെരീഫാണ്. തുടർന്ന് സ്ഥലത്തെത്തിയ നാട്ടുകാരാണ് മരിച്ച നിലയിൽ സാബിറയെ കണ്ടത്. വെള്ളക്കെട്ടിലായിരുന്ന രണ്ടാമത്തെ കുട്ടിയെ നാട്ടുകാരാണ് പുറത്തെടുത്തത്. ചെറിയ കുട്ടിയെ ഷെരീഫ് തന്നെ പുറത്തെടുത്തിരുന്നുവെങ്കിലും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു. ഷെഫീഖ് പറഞ്ഞ ടയർ പഞ്ചറായി അങ്ങനെ തെന്നി പോയതാണെന്നാണ് പറഞ്ഞത്. അത് നമ്മൾ ഒരിക്കലും നമുക്ക് തോന്നില്ല, അങ്ങനത്തെ ഒരു ശരിയല്ലേ. ഇവിടുന്ന് ഇതിലെ പോകേണ്ട ഒരാൾ അതിലെ പോകേണ്ട ഒരു സംഗതി അതിൽ വരുന്നില്ല. അതിലെന്തോ ഉണ്ടോ അല്ലേ എന്നില്ല നമുക്കറിയില്ല. സംഭവത്തിൽ പരസ്പര വിരുദ്ധമായ വിവരങ്ങളാണ് ഷെരീഫിന്റെ വീട്ടുകാർ നൽകുന്നത്. രാത്രി 2 മണിക്ക് ഇവർ എവിടെ നിന്ന് വരികയായിരുന്നുവെന്ന കാര്യത്തിൽ കൃത്യമായ ഉത്തരമില്ല. സ്കൂട്ടറിന്റെ ടയർ പഞ്ചറായി നിയന്ത്രണം വിട്ട് മെയിൻ റോഡിൽ നിന്നും പുഴയിലേക്കുള്ള റോഡിലേക്ക് പോവുകയായിരുന്നുവെന്നാണ് ഷെരീഫ് പോലീസിനോട് പറഞ്ഞത്. പഞ്ചറായ സ്കൂട്ടർ ഇത്രയും ദൂരം സഞ്ചരിച്ച് പിന്നീട് വെള്ളക്കെട്ടിലേക്ക് എങ്ങനെ മറിയുമെന്ന കാര്യമാണ് നാട്ടുകാർ ചോദിക്കുന്നത്. സ്കൂട്ടർ വീണയിടത്ത് അത്രയൊന്നും വെള്ളമില്ലാത്ത ഭാഗമായിട്ടും ഒരാളെപ്പോലും ജീവനോടെ രക്ഷിക്കാൻ ഷെരീഫിന് കഴിയാത്തതും ദുരൂഹത ഉണർത്തുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം മൃതദേഹങ്ങൾ സാബിറയുടെ നാടായ മായക്കരയിലെത്തിച്ചു. നിരവധി ചോദ്യങ്ങളും സംശയങ്ങളും ബാക്കിയാക്കിയാണ് സാബിറയും മക്കളും മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. സംഭവത്തിന് പിന്നിലെ ദുരൂഹതകൾ പുറത്തുകൊണ്ടെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് സാബിറയുടെ ബന്ധുക്കളും നാട്ടുകാരും. ക്യാമറാമാൻ CR രജിത്തിനൊപ്പം PC സൈഫുദ്ദീൻ, മീഡിയ 1, മലപ്പുറം.